അടുത്ത 3ന്റെ A ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 42 മീറ്റർ. അതായത് 3ന്റെ A ക്വസ്റ്റ്യൻ ആണ്. ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 42 മീറ്റേഴ്സ് ആണ്. ഡയഗണലിന്റെ ലെങ്ത് എത്ര? 15. അപ്പോൾ നമുക്കറിയാം ഇതാണ് നമ്മുടെ റെക്ടാംഗിൾ എങ്കിൽ ഈ ഡയഗണൽ എത്രയാണ്? ഡയഗണൽ എന്ന് പറയുന്നത് എത്രയാണ്? 15 മീറ്റർ. ഡയഗണൽ എന്ന് പറയുന്നത് എത്രയാണ്? 15 മീറ്റർ. ഈ പെരിമീറ്റർ എന്ന് പറയുന്നത് നേരത്തെ പഠിപ്പിച്ചായിരുന്നു 2 × L + B. 2 × L + B 42. അല്ലേ? ലെങ്ത് ബ്രെഡ്ത്തും കൂടെ കൂട്ടുന്നതിന്റെ ഇരട്ടി എന്ന് പറയുന്നത് 42. അതാണ് ചുറ്റളവ്. അങ്ങനെ L + B എന്ന് പറഞ്ഞാൽ ആരാ? 42 × 2 ഡിവൈഡ് ബൈ 2. അതാരോ? 22. അപ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്ര? 22. ഞാൻ ലെങ്തിനെ എന്താക്കി വിളിക്കാം? X എന്ന് വിളിക്കാം. ലെങ്ത് എന്താക്കി വിളിച്ചു? X എന്ന് വിളിച്ചു. അപ്പോൾ ലെങ്ത് ഞാൻ X എന്ന് വിളിച്ചു. ഇവിടെ ഇട്ടുകൊടുത്ത് X + B = എത്ര കിട്ടി? 21. അല്ലേ? ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടി 20. അപ്പോൾ ഈ ലെങ്തിനെ ഞാൻ X എന്ന് വിളിച്ചു. അങ്ങനെ ബ്രെഡ്ത്ത് ആരാ? 21 + X അപ്പുറത്ത് പോകുമ്പോൾ എന്തായിട്ട്? -X. അപ്പോൾ ഇത് കിട്ടി എത്രയാണ്? 21 - X. അല്ല, ലെങ്ത് X ആണെങ്കിൽ മറ്റേതാരാ? 21 - X. ഇനി നിങ്ങൾക്കറിയാം ഇത് എന്നാ ട്രയാങ്കിളാണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ പറയുക? പൈതഗോറസ് തിയറം പറയാം. എന്താ പൈതഗോറസ് തിയറം പറയുന്നത്? പൈതഗോറസ് തിയറം പറയുന്നത് ബേസിന്റെ സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയറും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? ഹൈപ്പോട്ടൻസ് സ്ക്വയർ. എന്നിട്ടാണ് ഹൈപ്പോട്ടൻസിന്റെ സ്ക്വയർ. ആരാ ബേസ്? എക്സിന്റെ സ്ക്വയർ. ആരാ ഓൾട്ടിറ്റ്യൂഡ്? 21 - എക്സിന്റെ സ്ക്വയർ. ഹൈപ്പോട്ടൻസ് ആരാ? 15 സ്ക്വയർ. കുഴപ്പമില്ല. ഇപ്പോൾ പറയാം ബേസ് എക്സിന്റെ സ്ക്വയർ. ഇത് a - b the whole square. ആരാ a - b the whole square? a square. അതായത് 21 സ്ക്വയർ minus 2ab. 2 × 21 42x. അല്ലേ? 2ab 2 × 21 42 x plus b square x square is equal to 15ന്റെ സ്ക്വയർ എന്ന് എഴുതാം. അല്ലേ? അപ്പോൾ നോക്കിയാൽ മക്കളെ x square കട്ട് ചെയ്യില്ല. അതായത് കൂട്ടാനാണ്. x square കൂട്ടി എത്രയാണ്? 2x square. പിന്നെ ഒരു -42x ഉണ്ട്. അല്ലേ? -42x. 21ന്റെ സ്ക്വയർ ആരാ? 441 പ്ലസ് 15ന്റെ സ്ക്വയർ 225. അത് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? -225 ഇത് 225 ആണ്. പ്ലസ് 225 ഇപ്പുറത്ത് വരും -225. അപ്പോൾ 2x square -42x എത്രയാണ്? 441 225 കുറച്ച് എത്രയോ? 15 പോയാൽ 6 3 2 പോയാൽ 1 പിന്നെ എത്ര? 4 2 പോയാൽ 2. കറക്റ്റ് അല്ലേ? = 0. അല്ലേ? 400 525. യെസ് കറക്റ്റ്. പക്ഷേ ഇതെല്ലാം ഈവൻ നമ്പർ വേണമെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 2 വെച്ച് ഡിവൈഡ് ചെയ്ത് 2x square 2 വെച്ച് ഡിവൈഡ് ചെയ്ത് x square 42 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 21x 216 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 108 = 30. ഇത് -b പ്ലസ് ഓർ മൈനസ്. അപ്പോൾ ഞാൻ x = -b minus of -21 plus or minus b square. അതാണ് -21 square minus 4ac 4 × 1 × 108 divided by 2 × 1. അപ്പോൾ എത്രയാണ്? x = 2 - 21 plus or minus 21ന്റെ സ്ക്വയർ 441 minus 432 divided by എത്രയാണ്? 2. അപ്പോൾ എത്രയാണ്? 2 plus or minus 21 plus or minus 442 432 കുറച്ചാൽ എത്രയാ? √9 divided by 2. √9 ആരാ? 3 ആണ്. So 21 plus or minus 3/2. അല്ലേ? അതിനായിട്ട് 21 plus 3/2 കിട്ടും. മറ്റേ ആരാ? 21 minus 3/2. ആരാ 21 plus 3? 24. 24ന്റെ പകുതി എത്രയാ? 12. ഒരെണ്ണം 12 21 ഇത് 3 പോയാൽ 18. 18ന്റെ പകുതി എത്രയാ? 9. കുഴപ്പമില്ല. അപ്പോൾ ഒരെണ്ണം 12 ആണെങ്കിൽ മറ്റേ ആരാ? 9. അത് നിങ്ങൾ തിരിച്ചിട്ടാലും ഒരെണ്ണം 9 ആണെങ്കിൽ മറ്റേ ആരായിരിക്കും? 21 minus 9 12 ആയിരിക്കും. അപ്പോൾ ലെങ്ത് 12 ആണെങ്കിൽ ബ്രെഡ്ത്ത് 9 തിരിച്ച് ബ്രെഡ്ത്ത് 12 ആണെങ്കിൽ ലെങ്ത്. ഓക്കെ.